ഹായ് 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 ഷെമി മാഷാണ്. അപ്പോൾ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് മാഷ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എക്സാം ഇതേ നമ്മുടെ മുമ്പിലെത്തി. അപ്പോൾ എക്സാമിന് മുമ്പ് ഈ കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മുടെ എല്ലാ പഠിത്തത്തിനും ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മാഷ് ഇതുപോലുള്ള കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റിയ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ ഇപ്പോൾ ഇനി വീഡിയോ ലൈക്ക് അടിക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ഇതേ എന്താണ് ചോദ്യം? 46 hundreds 46 നൂറുകൾ ചേർന്നാൽ എന്താണ് വരിക? അതാദ്യം നിങ്ങൾ കണ്ടെത്തിക്കേ. എന്താണ് വരിക? സിമ്പിൾ ആണ് കാണാൻ. എന്താണ് 46 നൂറുകൾ ഹൺഡ്രഡ്സ് ചേർന്നാൽ എത്രയാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? 100 നൂറിന് എത്ര സീറോയാണുള്ളത്? എത്ര പൂജ്യങ്ങളാണുള്ളത്? 2 പൂജ്യങ്ങളാണ് നൂറിനുള്ളത് അല്ലേ? അപ്പൊ 46 നൂറുകൾ ചേർന്നാൽ എത്രയാന്ന് കാണാൻ വേണ്ടിയിട്ട് ആ നൂറിന് 2 പൂജ്യം ഇതിന്റെ ബാക്കിൽ ഇട്ട് കൊടുക്കുക. 46 hundreds ചേർന്നാൽ 46 നൂറുകൾ ചേർന്നാൽ ഇതാണ് വരിക. എന്താണ്? 4600 4600. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം നോക്കിക്കേ. 213 പത്തുകൾ ടെൻസ് ചേർന്നാൽ എന്താണ് ചോദ്യം? എന്താണ്? ടെൻസ് പത്തുകൾ ചേർന്നാലാ. 10 എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് അല്ലേ. 10 എത്ര സീറോ ഉള്ളത്? ഒരൊറ്റ സീറോയേ ഉള്ളൂ. അപ്പൊ 213 ടെൻസ് 213 ടെൻസ് ചേർന്നാൽ എത്രയാവും എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ 10ന്റെ ഒരു സീറോ ഇതിന്റെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി. 213 പത്തുകൾ ചേർന്നാൽ ഈ നമ്പറാണ് വരിക. എന്താണ്? 2130. അപ്പോൾ ഇത്രയും ടെൻസ് ചേർന്നാൽ എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട്, അത്രയും പത്തുകൾ ചേർന്നാൽ എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും നൂറുകൾ ചേർന്നാൽ എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 3000 തൗസൻഡ്സ് ചേർന്നാൽ എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട് എത്ര പൂജ്യം ബാക്കിൽ ഇട്ട് കൊടുക്കണം? ആ 1000 1000ന് 3 സീറോയാണുള്ളത്. അപ്പൊ 3000 3000 ചേർന്നാൽ എത്രയെന്ന് കാണാൻ വേണ്ടിയിട്ട് 3ന്റെ ബാക്കിൽ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. 3000 ചേർന്നാൽ 3000 ആണ്. 3000 ചേർന്നാൽ 3000. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 136 വൺസ് 136 ഒന്നുകൾ ചേർന്നാൽ എത്രയാന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഒന്നുകൾ ചേർന്നാൽ എത്രയാണെന്ന് ചോദിച്ചത്. 1ന് പൂജ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ 136 ഒന്നുകൾ ചേർന്നാൽ എത്രയായിരിക്കും? 136 തന്നെയായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഒരാൾ ഒരു രൂപ തന്നു. അപ്പൊ എത്ര രൂപ കിട്ടും? 1 രൂപ കിട്ടുക. നീ 5 1 രൂപയുടെ കോയിൻസ് നിങ്ങൾക്ക് ഒരാൾ തന്നാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുക? 5 രൂപയാണ് കിട്ടുക. അപ്പൊ 5 ഒന്നുകൾ ചേർന്നാൽ എന്താ? 5 രൂപ തന്നെയാണ്. 5 തന്നെയാണ് അല്ലേ? അപ്പൊ 136 ഒന്നുകൾ തന്നാൽ എന്തായിരിക്കും? 136 തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എക്സാമിന് ചോദ്യം വരാറ്. ഇതിനുത്തരം എങ്ങനെ കണ്ടുപിടിക്കും? 46 നൂറുകൾ ചേർന്നാൽ എത്രയാന്ന് നമ്മൾ നേരത്തെ കണ്ടതാ. എന്താണ്? 100ന് 2 പൂജ്യമാണ്. അത് 46ന്റെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അതുപോലെ 213 ടെൻസ് 213 പത്തുകൾ ചേർന്നാൽ എത്രയാണെന്ന് നമ്മൾ കണ്ടതാ. എത്രയാണ്? ആ പത്തുകളാണ്. അപ്പൊ 213ന്റെ ബാക്കിൽ ഒരു പൂജ്യം. 10ന് ഒരു പൂജ്യമാണ്. 213ന്റെ ബാക്കിൽ അല്ലേ? 213 പത്തുകൾ ചേർന്നാൽ ഇതാണ് കിട്ടുക. അതുപോലെ 3000 ചേർന്നാൽ എത്രയാണ്? ആ 3ന്റെ ബാക്കിൽ 3 പൂജ്യം 3000 ആണ് വരിക. നേരത്തെ കണ്ടതാ. അതുപോലെ 136 ഒന്നുകൾ ചേർന്നാൽ 136 തന്നെയാണ് അല്ലേ? ഇവിടെയുള്ള ചോദ്യം എന്താണ്? ആ 46 നൂറുകളും 213 പത്തുകളും 3 ആയിരങ്ങളും 136 ഒന്നും ചേർന്നാൽ കിട്ടുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇതെല്ലാം കൂടെ ചേർന്നാലുള്ള ഇതൊക്കെ പാടെ കൂട്ടിയാലുള്ള നമ്പർ നമ്മൾ കാണേണ്ടത്. കൂട്ടി നോക്കുക അല്ലേ? ഒക്കെ പാടെ കൂട്ടിയാൽ ഏത് നമ്പറാണ് കിട്ടുക നോക്കാം. ഏതാ കിട്ടുക? 0 + 0 + 0 + 6 എത്ര കിട്ടുക? 6 എന്ന് കിട്ടും. അതുപോലെ 0 + 3 3 3 + 0 3 തന്നെ. അതിലൂടെ 3 കൂടെ കൂട്ടിയാൽ 6 3 3 കൂട്ടിയാൽ 6. പിന്നെ അതുപോലെ 6 + 1 7 7 0 കൂട്ടിയാൽ 7 തന്നെ. 7 1 കൂടെ കൂട്ടിയാൽ 8. അതുപോലെ 4 + 2 6 6 3 കൂട്ടിയാൽ 9. എത്ര ഉത്തരം കിട്ടുക? ആ 9866 9866 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. എന്ത്? 46 ഹൺഡ്രഡ്സും 213 ടെൻസും അതുപോലെ 3000ഉം 136 വൺസ് ചേർന്നാൽ കിട്ടുന്ന നമ്പർ ഇതാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതുപോലുള്ള ഏത് ചോദ്യം എക്സാമിന് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം ചെയ്യാൻ വേണ്ടി പഠിക്കണം. വളരെ സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. മാഷ് ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് നേടാൻ പറ്റിയ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും വരും. മറക്കണ്ട. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് അടിക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതിന് സപ്പോർട്ടിനനുസരിച്ച് മാഷ് കൂടുതൽ ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിടും. അപ്പോൾ ചാനലിലെ എല്ലാ വീഡിയോസും കാണാൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. എക്സാമിന് വരുന്ന കാര്യങ്ങളായിരിക്കും വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുക. മാഷിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.